ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി എന്താ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണേ. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പം വീഡിയോയിലോട്ട് പോകാം, തയ്യാറാക്കുന്ന വിധം നോക്കാം. ഇതിലേക്ക് വേണ്ടി 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം കപ്പിൻ്റെ നൈറ്റ് കുതിർത്തതാണ്, രാവിലെ ആയി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3/4 കപ്പ് അവിൽ, വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങ. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു ജാറിലോട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിലില്ലേ, കുതിർത്ത അവിൽ, അത് ഇതിലോട്ട് കൊടുക്കാം. നമുക്ക് ഉടനെ തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല ലൂസായിട്ടാണ് എടുക്കേണ്ടത്, നീർദോശയില്ലേ അതേപോലെ. 6 കഴിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് ലൂസാവാനുണ്ട്, നല്ല ലൂസായിട്ടിരിക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലൊരു സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ലൂസായിട്ടിരിക്കണം. ഇനി ഇത് ചുട്ടെടുക്കാം. ഉടനെ സ്റ്റവ് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണ തടയി കൊടുക്കാം. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി പുറത്തും കൂടെ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സൈഡിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിയ ഭാഗത്ത് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്ത് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് നല്ല തക്കാളി ചമ്മന്തി, കാര ചട്നിയൊക്കെ വെച്ച് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ മീൻ കറിയില്ലേ, മീൻ കറി കൊള്ളാം, ഇറച്ചി കൊള്ളാം, ഏത് ഐറ്റം വേണമെങ്കിലും ഇതിൻ്റെ കൂടെ വെച്ച് കഴിക്കാൻ പറ്റും. ഇനി ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളി കളറ്, നല്ലൊരു കളറ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ക്യാരറ്റ് കഴിക്കാത്ത പിള്ളേർക്ക്. ബാക്കിയുള്ള എല്ലാം ചുട്ടെടുത്തിട്ട്, അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റുമാണ്, കാണുമ്പോൾ തന്നെ ടേസ്റ്റ്. അപ്പം നമുക്കിനി അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കറിയും കൂടെ റെഡിയാക്കാം. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടി തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റവ് ചെറിയ ചട്നി. അപ്പോൾ അതിലേക്ക് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഇത്രയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കണം. ഇതൊന്ന് തോട് കളഞ്ഞെടുക്കാം. ഇതൊന്ന് അടച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടില്ല, സമയം എടുക്കും, അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചമുളകും മല്ലിയില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കറി വെച്ചത്, തക്കാളി ചട്നി. നിങ്ങൾക്ക് മുട്ടക്കറി, മീൻ കറി, ഇറച്ചിക്കറി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം.